ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ഡ്രീംസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ലോ ചാപ്റ്റർ 4ഉം ചാപ്റ്റർ 6ഉം ആണ്. അതായത് മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കൂടാതെ സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഈ രണ്ട് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ ഹൂ ഈസ് ഓതറൈസ്ഡ് ടു എൻ്റർ ഇൻ ടു കോൺട്രാക്റ്റ് ഓൺ ബിഹാഫ് ഓഫ് ദ സൊസൈറ്റി. ചീഫ് എക്സിക്യൂട്ടീവ്. ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കരാറിൽ ഏർപ്പെടാൻ അധികാരമുള്ള വ്യക്തിയാണ് ചീഫ് എക്സിക്യൂട്ടീവ്. ഹൂ ഈസ് ദ ഓതറൈസ്ഡ് പേഴ്സൺ ടു കൺവീൻ മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗ് ആൻഡ് ജനറൽ ബോഡി മീറ്റിംഗ്. ചീഫ് എക്സിക്യൂട്ടീവ്. മാനേജിംഗ് കമ്മിറ്റി യോഗവും ജനറൽ ബോഡി മീറ്റിംഗും വിളിക്കാനായിട്ട് അധികാരമുള്ള വ്യക്തിയാണ് ചീഫ് എക്സിക്യൂട്ടീവ്. Section 28B deals with the State Cooperative Election Commission. The representative general body may be constituted if the area of operation of a society shall be comprised of one or more than one താലൂക്ക്. അതായത് ഒന്നോ അതിലധികമോ താലൂക്കുകൾ ഒരു സൊസൈറ്റിയുടെ പ്രവർത്തന മേഖലയായിട്ട് വരുന്നതാണെങ്കിൽ അത്തരം സൊസൈറ്റികൾക്ക് representative general body constitute ചെയ്യാം. The representative general body may be constituted if the number of members of a society is not less than 1000. അതായത് ഒരു സൊസൈറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 1000-ൽ കുറയാത്തതാണെങ്കിൽ അത്തരം സൊസൈറ്റികൾക്ക് representative general body constitute ചെയ്യാം. The temporary register maintained by the society is suspense register. സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പററി ആയിട്ടുള്ള രജിസ്റ്ററാണ് സസ്പെൻസ് രജിസ്റ്റർ. രജിസ്റ്റർ കണ്ടെയ്നിങ് ദ ടോട്ടൽ ഓഫ് റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് മണി. രജിസ്റ്റർ ഓഫ് മന്ത്ലി R&D. ബുക്സ് മെയിൻറ്റെയിൻഡ് ഫോർ റെക്കോർഡിംഗ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ മീറ്റിംഗ്. മിനിറ്റ്സ് ബുക്ക്. യോഗ നടപടികൾ രേഖപ്പെടുത്തുന്നതിനായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ബുക്കാണ് മിനിറ്റ്സ് ബുക്ക്. Cooperative societies maintain accounts as per Rule 29. റൂള് 29 പ്രകാരമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആസ് പെർ വിച്ച് സെക്ഷൻ രജിസ്ട്രാർ സൂപ്പർസീഡ് ദ കമ്മിറ്റി. സെക്ഷൻ 32. രജിസ്ട്രാർ ഏത് സെക്ഷൻ പ്രകാരമാണ് ഒരു കമ്മിറ്റിയെ അസാധുവാക്കുന്നത്? സെക്ഷൻ 32 പ്രകാരം. Minimum number of persons required for a meeting is called quorum. ഒരു മീറ്റിങ്ങിന് ആവശ്യമുള്ള ആളുകളുടെ എണ്ണത്തെയാണ് quorum എന്ന് പറയുന്നത്. Section 28 subsection 5 of cases that deals with the quorum. Day-to-day administration and management of a society is vested with the chief executive. ഒരു സൊസൈറ്റിയുടെ ദൈനംദിന ഭരണവും നടത്തിപ്പും എല്ലാം നിക്ഷിപ്തമായിട്ടുള്ളത് ചീഫ് എക്സിക്യൂട്ടീവിലാണ്. ഇൻ urban cooperative banks, how many seats are reserved in the committee of members who possess experience in banking or professional qualification? Not less than 2. urban cooperative ബാങ്കുകളിൽ ബാങ്കിങ്ങിലോ പ്രൊഫഷണൽ യോഗ്യതയിലോ പരിചയമുള്ള അംഗങ്ങൾക്ക് കമ്മിറ്റിയിൽ എത്ര സീറ്റുകളാണ് സംവരണം ചെയ്തിട്ടുള്ളത്? നോട്ട് ലെസ് ദാൻ 2, 2-ൽ കുറയാതെയുള്ള സീറ്റ്. ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൽ കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ്. നോട്ട് മോർ ദാൻ 3. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 3-ൽ കൂടാനായിട്ട് പാടില്ല. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ ഷാൽ ബി ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണറിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്പെഷ്യൽ സെക്രട്ടറി എന്ന റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം. റിമൂവൽ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എക്സെട്ര ബൈ നോൺ കോൺഫിഡൻസ് മോഷൻ ഈസ് ആസ് പെർ റൂൾ 43A. റൂൾ 43A പ്രകാരമാണ് പ്രസിഡന്റിനെയോ വൈസ് പ്രസിഡന്റിനെയോ അവിശ്വാസ പ്രമേയത്തിലൂടെ നീക്കം ചെയ്യുന്നത്. The maximum fee for inspection of accounts by a member in the society 100. അതായത് സൊസൈറ്റിയിലെ ഒരു അക്കൗണ്ട്സ് ഇൻസ്പെക്റ്റ് ചെയ്യുന്നതിനുള്ള പരിശോധിക്കുന്നതിനുള്ള മാക്സിമം ഫീ എന്ന് പറയുന്നത് 100 രൂപയാണ്.
Prohibition of membership in two credit societies is as per Rule 27. റൂള് 27 പ്രകാരമാണ് രണ്ട് ക്രെഡിറ്റ് സൊസൈറ്റികളിലെ അംഗത്വ നിരോധനം നടപ്പിലാക്കുന്നത്. ഫൈനൽ അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി വെസ്റ്റഡ് വിത്ത് ജനറൽ ബോഡി. The general body of a society shall constitute a committee for a period of 5 years. Representative general body constituted under section 27 subsection 2. The term of committee started from date of election. കമ്മിറ്റിയുടെ കാലാവധി ആരംഭിക്കുന്നത് തിരഞ്ഞെടുപ്പ് തീയതി മുതലാണ്. The quorum for the meeting of a committee shall be just above 50%. കമ്മിറ്റിയുടെ മീറ്റിംഗിൻ്റെ ക്വാറം 50% മുകളിലായിരിക്കണം. Election and removal of president and vice president deals in section 28A-B. സെക്ഷൻ 28A-B പ്രകാരമാണ് പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും തിരഞ്ഞെടുപ്പും നീക്കം ചെയ്യലുമൊക്കെ നടപ്പിലാക്കുന്നത്. The person nominated to the committee of a society shall hold office for a period of the pleasure of the government or registrar. ഒരു സൊസൈറ്റിയുടെ കമ്മിറ്റിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ രജിസ്ട്രാറിൻ്റെയോ താൽപ്പര്യപ്രകാരമുള്ള കാലയളവിലേക്ക് ആ ഓഫീസിൽ തുടരാനായിട്ട് സാധിക്കും. How many seats are reserved in the committee of every society for women? 3. ഒരു സൊസൈറ്റിയുടെ കമ്മിറ്റിയിലേക്ക് എത്ര സീറ്റുകളാണ് സ്ത്രീകൾക്ക് വേണ്ടി സംവരണം ചെയ്തിട്ടുള്ളത്? 3 സീറ്റുകൾ. How many seats are reserved in the committee of every society for SC or ST? SC or ST എന്ന വിഭാഗത്തിന് വേണ്ടിയിട്ട് സൊസൈറ്റിയിലെ കമ്മിറ്റിയിൽ എത്ര സീറ്റുകളാണ് സംവരണം ചെയ്തിട്ടുള്ളത്? 1 സീറ്റ്. ആസ് പെർ റൂൾ 35A of KCS rules, publication of final voters list is the responsibility of electoral officer. KCS റൂൾസ് 35A പ്രകാരം ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഇലക്ട്രൽ ഓഫീസറിൻ്റെ. ഡിസിഷൻ ഫോർ എലക്ഷൻ ഷാൽ ബി ടേക്കൺ ഡാഷ് ഡേയ്സ് പ്രയർ ടു ദ ഡേറ്റ് ഓഫ് എക്സ്പയറി ഓഫ് എക്സിസ്റ്റിംഗ് കമ്മിറ്റി. 60 days. നിലവിലുള്ള കമ്മിറ്റിയുടെ കാലാവധി അവസാനിക്കുന്നതിന് എത്ര ദിവസം മുമ്പാണ് തിരഞ്ഞെടുപ്പിനുള്ള തീരുമാനം എടുക്കേണ്ടത്? 60 ദിവസം മുമ്പ്. പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് ഷാൽ ബി പബ്ലിഷ്ഡ് ബൈ ഇലക്ട്രൽ ഓഫീസർ. പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് അതായത് പ്രാഥമിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഇലക്ട്രൽ ഓഫീസറാണ്. എലക്ഷൻ ടു ദ കമ്മിറ്റി ഓഫ് സൊസൈറ്റീസ് ഷാൽ ബി കണ്ടക്റ്റഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എലക്ഷൻ കമ്മീഷൻ. സൊസൈറ്റിയിലെ കമ്മിറ്റികളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എ ഡെലിഗേറ്റ് ഇൻ ദ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഷാൽ റെപ്രസെൻറ്റ് എ മിനിമം ഓഫ് 50 members. അതായത് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിലെ ഒരു പ്രതിനിധി എന്ന് പറയുന്നത് എത്ര അംഗങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്? 50 അംഗങ്ങളെ. The total number of members of any representative general body shall not exceed dash in the case of members is above 2500 but below 10,000. അതായത് ഒരു സൊസൈറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 2500-നും 10,000-നും ഇടയിലാണെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 200-ൽ കൂടാനായിട്ട് പാടില്ല. Total number of members of any representative general body shall not exceed dash in the case of members more than 10,000. അംഗങ്ങളുടെ എണ്ണം 10,000-ൽ കൂടുതലാണെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിലെ അംഗങ്ങളുടെ എണ്ണം 500-ൽ കൂടാനായിട്ട് പാടില്ല. The election of representative general body along with the nomination paper, the candidate shall deposit ₹100. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സ്ഥാനാർത്ഥി 100 രൂപ കെട്ടിവയ്ക്കണം. Who has the power to remove a committee from office if the committee has persistently makes default or negligence in performance of duties? Registrar.
കമ്മിറ്റി സ്ഥിരമായി വീഴ്ച വരുത്തുകയോ ചുമതലകൾ നിർവഹിക്കുന്നതിൽ അശ്രദ്ധ കാണിക്കുകയോ ചെയ്താൽ ഒരു കമ്മിറ്റിയെ ഓഫീസിൽ നിന്നും നീക്കം ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്കാണ് ഉള്ളത്. Who has the power to appoint an administrator or administrative committee? രജിസ്ട്രാർ. അഡ്മിനിസ്ട്രേറ്ററെയോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ നിയമിക്കാനുള്ള അധികാരം രജിസ്ട്രാർക്കാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 3 ഇൻഡിവിജ്വൽസ്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ വ്യക്തികളുടെ എണ്ണം എന്ന് പറയുന്നത് 3-ൽ കൂടാനായിട്ട് പാടില്ല. The period of administrator or administrative committee shall be 6 months. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്ററുടെയോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയോ കാലാവധി എന്ന് പറയുന്നത് 6 മാസമാണ്. രജിസ്ട്രാർ ക്യാൻ ഗിവ് ഫർദർ എക്സ്റ്റൻഷൻ ഓഫ് 6 months. രജിസ്ട്രാർക്ക് 6 മാസ കാലാവധി നീട്ടിക്കൊടുക്കാനായിട്ട് അധികാരമുണ്ട്. The returning officer may arrange 1 polling booth for every dash voters or part thereof in a society. റിട്ടേണിംഗ് ഓഫീസർക്ക് 1200 അംഗങ്ങൾക്ക് ഒരു പോളിംഗ് ബൂത്ത് എന്ന നിലയിലോ അല്ലെങ്കിൽ ഓരോ സൊസൈറ്റികൾക്ക് എന്ന രീതിയിലോ പോളിംഗ് ബൂത്ത് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. എക്സ്പെൻഡിച്ചർ ഇൻ കണക്ഷൻ വിത്ത് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ഷാൽ ബി ബ്രോൺ ബൈ സൊസൈറ്റി. തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചെലവുകൾ സൊസൈറ്റിയാണ് വഹിക്കേണ്ടത്. എലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ പ്രിസൈഡിംഗ് ഓഫീസർ വിത്തിൻ 7 days. അതായത് പ്രസിഡൻറ്റിൻ്റെയോ വൈസ് പ്രസിഡൻറ്റിൻ്റെയോ തെരഞ്ഞെടുപ്പ് പ്രിസൈഡിംഗ് ഓഫീസർ 7 ദിവസത്തിനുള്ളിൽ നടത്തിയിരിക്കണം. If the committee refuses to hand over the charge of records to administrator with the previous sanction of registrar, apply to dash for securing records. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. അതായത് കമ്മിറ്റി രേഖകളുടെ ചുമതല അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറാനായിട്ട് വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാറുടെ മുൻ അനുമതിയോടുകൂടെ രേഖകൾ സുരക്ഷിതമാക്കാനായിട്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോട് അപേക്ഷിക്കാവുന്നതാണ്. For securing records, magistrate authorizes any police officer not below the rank of sub-inspector of police. രേഖകൾ സുരക്ഷിതമാക്കുന്നതിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥനെയാണ് മജിസ്ട്രേറ്റ് അധികാരപ്പെടുത്തുന്നത്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഹു കീപ്സ് ബാലറ്റ് പേപ്പേഴ്സ് ആഫ്റ്റർ ഇലക്ഷൻ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തിരഞ്ഞെടുപ്പിന് ശേഷം ബാലറ്റ് പേപ്പേഴ്സ് സൂക്ഷിക്കേണ്ടത് സെക്രട്ടറിയാണ്. ദ ബാലറ്റ് പേപ്പേഴ്സ് ആർ കെപ്റ്റ് ഇൻ സേഫ് കസ്റ്റഡി ബൈ ദ സെക്രട്ടറി ഫോർ എ പീരീഡ് ഓഫ് 3 months. തിരഞ്ഞെടുപ്പിന് ശേഷം സെക്രട്ടറി ബാലറ്റ് പേപ്പറുകൾ 3 മാസത്തേക്ക് സുരക്ഷിതമായി സൂക്ഷിക്കണം. വിച്ച് സെക്ഷൻ ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്? സെക്ഷൻ 29. Annual General Body meeting shall be held within a period of dash months from the close of financial year. 6 months. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നതിന് 6 മാസത്തിനുള്ളിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരിക്കണം. വിച്ച് റൂൾ ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത് എ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്? റൂൾ 36. Who can convene special general body meeting on the request of members? അംഗങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ആർക്കാണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാനായിട്ട് കഴിയുക? രജിസ്ട്രാർക്ക്. വിച്ച് മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഹാസ് നോ റൈറ്റ് ടു വോട്ട് ഇൻ ദ എലക്ഷൻ ഓഫ് ഓഫീസ് ബെയറേഴ്സ്? എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ കമ്മിറ്റിയിലെ ഏതംഗത്തിനാണ് വോട്ട് ചെയ്യാനായിട്ട് അവകാശമില്ലാത്തത്? എക്സ് ഒഫീഷ്യോ മെമ്പർക്ക്. In the case of equality of votes, decision is taken on the basis of casting vote of chairman. വോട്ടുകളുടെ തുല്യതയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ചെയർമാൻ്റെ കാസ്റ്റിംഗ് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. Who shall appoint an electoral officer from among the officers of the concerned? The State Cooperative Election Commission. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് ഒരു ഇലക്ട്രൽ ഓഫീസറെ ആരാണ് നിയമിക്കുന്നത്?
സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ദ ഹെഡ് ഓഫ് ഈച്ച് പോളിംഗ് ബൂത്ത്, പ്രിസൈഡിംഗ് ഓഫീസർ. ഓരോ പോളിംഗ് ബൂത്തിൻ്റെയും ഹെഡ് എന്ന് പറയുന്നത് പ്രിസൈഡിംഗ് ഓഫീസറാണ്. എലക്ഷൻ ഫീസ് ഓഫ് അപ്പെക്സ് സൊസൈറ്റി. അപ്പെക്സ് സൊസൈറ്റിയുടെ എലക്ഷൻ ഫീസ് എന്ന് പറയുന്നത് 5000 രൂപയാണ്. എലക്ഷൻ ഫീസ് ഓഫ് സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റീസ്. സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റിയുടെ എലക്ഷൻ ഫീസ് 3000 ആണ്. എലക്ഷൻ ഫീസ് ഫോർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റീസ്. ക്രെഡിറ്റ് സൊസൈറ്റികളുടെയും ഹൗസിംഗ് സൊസൈറ്റികളുടെയും എലക്ഷൻ ഫീ 2000 രൂപയാണ്. എലക്ഷൻ ഫീസ് ഫോർ അതർ സൊസൈറ്റീസ് ഈസ് 1000. അതർ സൊസൈറ്റികളുടെ ഫീസ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. ദ സെക്രട്ടറി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് സസ്പെൻഡഡ് ബൈ പ്രസിഡന്റ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ദ സെക്രട്ടറി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡിസ്മിസ്ഡ് ബൈ മാനേജിംഗ് കമ്മിറ്റി. എന്നാൽ സെക്രട്ടറിയെ ഡിസ്മിസ് ചെയ്യാനുള്ള അധികാരം മാനേജിംഗ് കമ്മിറ്റിക്കാണ്. മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ഓഫ് പ്രൈമറി സൊസൈറ്റീസ് മിനിമം ഡാഷ് മാക്സിമം ഡാഷ്. അതായത് പ്രൈമറി സൊസൈറ്റീസിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് കുറഞ്ഞത് 7 പരമാവധി 15 ആണ്. മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ഓഫ് അതർ സൊസൈറ്റീസ് മിനിമം ഡാഷ് മാക്സിമം ഡാഷ്. മറ്റ് സൊസൈറ്റികളുടെ മാനേജിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് മിനിമം 7 മാക്സിമം 21 ആണ്. Preliminary voters list is in form number 34. Final voters list is in form number 35. Acknowledgement for the receipt of nomination paper is in form number 37. Nomination paper is in form number 36. Companion declaration is in form number 38. Direct partnership of government in societies deals in which section? 42. സൊസൈറ്റികളിലെ സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം ഏതു വകുപ്പിലാണ് കൈകാര്യം ചെയ്യുന്നത്? സെക്ഷൻ 42. The government may subscribe directly to the share capital of society with ലിമിറ്റഡ് ലയബിലിറ്റി. സൊസൈറ്റിയുടെ ഓഹരി മൂലധനത്തിലേക്ക് സർക്കാർ നേരിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ലിമിറ്റഡ് ലയബിലിറ്റിയോടുകൂടിയാണ്. ഗവൺമെൻറ് പ്രൊവൈഡഡ് ഫണ്ട് ടു എ സൊസൈറ്റി ഫോർ ദ പർച്ചേസ് ഓഫ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ്. ലിമിറ്റഡ് ലയബിലിറ്റിയുള്ള മറ്റ് സൊസൈറ്റികളിൽ നിന്ന് ഓഹരികൾ വാങ്ങുന്നതിനായിട്ട് ഒരു സൊസൈറ്റിക്ക് സർക്കാർ നൽകുന്ന ഫണ്ടിനെയാണ് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഡീൽസ് ഇൻ സെക്ഷൻ 43. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഡീൽസ് ഇൻ സെക്ഷൻ 44. അപ്പെക്സ് സൊസൈറ്റി വിച്ച് റിസീവ്സ് ഫണ്ട് ഫ്രം ഗവൺമെൻറ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും അപ്പെക്സ് സൊസൈറ്റികൾ ഫണ്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത്തരം ഫണ്ടിനെയാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഈസ് കെപ്റ്റ് ബൈ സെൻട്രൽ സൊസൈറ്റി. മെയിൻ ഒബ്ജക്റ്റ് ഓഫ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് പർച്ചേസിംഗ് ഷെയർസ് ഇൻ ദ പ്രൈമറി സൊസൈറ്റീസ്. സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രൈമറി സൊസൈറ്റികളിൽ നിന്നും ഷെയർസ് പർച്ചേസ് ചെയ്യുക എന്നതാണ്. ദ കസ്റ്റോഡിയൻ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് KSCB, Kerala State Cooperative Bank. The shares in a society shall be purchased from principal state The shares in a society shall be purchased from principal state partnership fund with the previous approval of government. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നാണ് ഒരു സൊസൈറ്റിയുടെ ഷെയർസ് വാങ്ങുന്നതെങ്കിൽ അതിന് ഗവൺമെൻറ്റിൻ്റെ പ്രയർ അപ്രൂവൽ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം, മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. Who may enter into an agreement with the Apex Society setting out the terms and conditions while government providing money to Principal State Partnership Fund. Government പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് ഗവൺമെൻറ് പണം നൽകുമ്പോൾ നിബന്ധനകളും വ്യവസ്ഥകളും സജ്ജീകരിച്ചിരിക്കുന്ന അപ്പെക്സ് സൊസൈറ്റിയുമായിട്ട് ആർക്കൊക്കെ കരാറിൽ ഏർപ്പെടാം? ഗവൺമെൻറ്റിന്.
who may enter into an agreement with a central society setting out the terms and conditions on which it shall provide money to subsidiary state partnership fund. സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് പണം നൽകുന്നതിനുള്ള നിബന്ധനകളും വ്യവസ്ഥകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സെൻട്രൽ സൊസൈറ്റിക്ക് ആരൊക്കെയായിട്ട് കരാറിൽ ഏർപ്പെടാം? അപ്പെക്സ് സൊസൈറ്റി ആയിട്ട്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ. താങ്ക് യു.